അതൊരു സാധാരണ തെരുവായിരുന്നു. വളരെ ശബ്ദമില്ലാത്ത, പക്ഷേ എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഒരു തെരുവ്. രാവിലെ 6 മണിയാകുമ്പോൾ അകലെ നിന്നുള്ള ക്ഷേത്രമണിയുടെ മങ്ങിയ ശബ്ദം. 7 മണിയോടെ പത്രം സൈക്കിളിൽ വന്ന് വീഴുന്ന ശബ്ദം. പിന്നെ പതിവ് പോലെ 2 വീടുകളുടെ വാതിലുകൾ തുറക്കുന്ന ശബ്ദം. ഒന്നാമത്തെ വീട് രാജീവിൻ്റെ കുടുംബം, രണ്ടാമത്തെ വീടാകട്ടെ അരുണിൻ്റെ കുടുംബം. പുറമേ നോക്കിയാൽ രണ്ടും ഒരേപോലെ സന്തോഷമുള്ള കുടുംബങ്ങൾ. രാജീവിൻ്റെ വീട്ടിൽ രാജീവും ഭാര്യ മായയും 2 പെൺമക്കളും. അരുണിൻ്റെ വീട്ടിലാകട്ടെ അരുണും ഭാര്യ ലതയും 2 പെൺമക്കളും. 4 പെൺമക്കളും ഒരുമിച്ച് കളിച്ചു വളർന്നവർ. ഒരേ സ്കൂൾ, ഒരേ യൂണിഫോം, ഒരേ ബസ് സ്റ്റോപ്പ്. അയൽവാസികൾക്ക് ഈ 2 വീടുകളും നല്ല കുടുംബങ്ങളായിരുന്നു. അവരെക്കുറിച്ച് മോശമായി പറയാൻ ആർക്കും തന്നെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ 2 വീടുകൾക്കുള്ളിൽ പതുക്കെ രൂപപ്പെടുന്ന ചില നിശബ്ദതകൾ ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല. രാജീവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൻ ഒരിക്കൽ ജോലി ചെയ്തിരുന്ന ആളാണ്. സ്വന്തം കഴിവിൽ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്ന ഒരാൾ. അങ്ങനെയിരിക്കെ ഒരു ദിവസം രാജീവിന് ജോലി നഷ്ടമായി. എന്നാലും മറ്റൊരു ജോലി കണ്ടെത്താം എന്ന ആത്മവിശ്വാസം രാജീവിനുണ്ടായിരുന്നു. ഒരുപാട് സ്ഥലങ്ങളിൽ അപേക്ഷകൾ അയച്ചു. പക്ഷെ ആരും തന്നെ തിരിച്ചു വിളിച്ചില്ല. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ അവൻ സ്വയം പറഞ്ഞു, ഒന്ന് കിട്ടിയില്ലെങ്കിൽ എന്താ, മറ്റൊന്ന് തനിക്ക് കിട്ടും. പിന്നീട് ആ വാക്ക് തന്നെ അവനെ പരിഹസിക്കുന്നതായി അവന് തോന്നിത്തുടങ്ങി. വീട്ടിലെ ചിലവുകൾ, സ്കൂൾ ഫീസ്, കറണ്ട് ബില്ല്, പാൽ പാക്കറ്റ്, മരുന്ന് എല്ലാം മായയുടെ ശമ്പളത്തിലാണ് നിൽക്കുന്നത്. മായ ഒരു സ്കൂളിൽ ജോലി ചെയ്തിരുന്നു. വളരെ സൗമ്യമായ സ്വഭാവത്തിന് ഉടമയായിരുന്നു മായ. ആരോടും കയർത്ത് സംസാരിക്കാൻ അറിയാത്തവൾ. ജീവിതത്തിലെ വലിയ വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കാത്തവൾ. അവൾ എപ്പോഴും രാജീവിനോട് പറയും, രാജീവ് വിഷമിക്കേണ്ട, നമുക്ക് ഈ സമയവും കടന്നു പോകും. അവൾ പറയുമ്പോൾ അവളുടെ മുഖത്ത് ഒരു ചെറിയ പ്രതീക്ഷയുണ്ടായിരുന്നു. രാജീവിൻ്റെ മുഖത്താകട്ടെ അഭിമാനം മുറിഞ്ഞ ഒരു പുരുഷൻ്റെ മൗനം. ഇതിനിടയിലാണ് അരുൺ ആ കുടുംബവുമായി കൂടുതൽ അടുത്തു വരുന്നത്. അരുൺ ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ്. രാവിലെ 9 വീട്ടിൽ നിന്നിറങ്ങും, വൈകിട്ട് 6 മടങ്ങും. വെളുത്ത ഷർട്ടും ഇരുണ്ട പാൻറ്റുമാണ് സ്ഥിരം വസ്ത്രം. കയ്യിൽ ഫയല്, മുഖത്ത് എനിക്ക് ജീവിതം കൈവശമുണ്ട് എന്ന ഭാവവും. അയൽവാസികൾക്കാകട്ടെ അവൻ നല്ലൊരു മനുഷ്യനായിരുന്നു, സഹായിക്കാൻ മുന്നിൽ നിൽക്കുന്ന ഒരാൾ. രാജീവിനോട് അവൻ പറയും, നമ്മൾ സുഹൃത്തുക്കളല്ലേ, നീ വിഷമിക്കേണ്ട, ഇപ്പോൾ പണം വേണ്ടി വന്നാൽ ഞാൻ തരും നിനക്ക്. ആ വാക്ക് രാജീവിൻ്റെ ഉള്ളിലേക്ക് ഒരു രക്ഷയായി ഇറങ്ങി. ആദ്യം കടം ചെറുതായിരുന്നു, പിന്നീടത് വലുതായി തുടങ്ങി. പണം വരുന്നത് പതിവായി. പക്ഷേ തിരിച്ചു കൊടുക്കാൻ രാജീവിൻ്റെ കയ്യിൽ ഒന്നുമില്ല. സൗഹൃദം പതുക്കെ ഒരു കണക്കായി മാറി തുടങ്ങി. ഒരു ദിവസം മായയ്ക്ക് അവളുടെ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു. കാരണങ്ങൾ പലതുണ്ടായിരുന്നു. മക്കളുടെ അസുഖം, വീട്ടിലെ പ്രശ്നങ്ങൾ, മനസ്സിൻ്റെ തളർച്ച. അവൾ ജോലി ഉപേക്ഷിച്ച ദിവസം രാജീവ് അവളോട് ഒന്നും പറഞ്ഞില്ല. അവൻ്റെ ഉള്ളിൽ ഒരുപാട് ശബ്ദങ്ങൾ ഒരുമിച്ച് സംസാരിക്കുകയായിരുന്നു. ഇനി പണം എവിടെ നിന്ന്? അരുണിനോട് ഞാൻ എന്തു പറയും? എനിക്കെന്ത് ചെയ്യാൻ സാധിക്കും? ആ ചോദ്യങ്ങൾക്ക് അവന് മറുപടി ഉണ്ടായിരുന്നില്ല. അരുൺ സഹായം തുടർന്നു. പക്ഷേ അവൻ്റെ ശബ്ദം പതുക്കെ മാറി തുടങ്ങി. രാജീവ്, നീ മനസ്സിലാക്കണം, ഇത് ബിസിനസ് അല്ലെങ്കിലും എനിക്ക് എൻ്റേതായ കാര്യങ്ങളുണ്ട്. അവൻ്റെ മുഖത്ത് ആ പഴയ സൗഹൃദമില്ലായിരുന്നു. ഉടമസ്ഥതയുടെ ചിരിയായിരുന്നു അവൻ്റെ മുഖത്ത്. എന്നാൽ മായ, അവൾ ഇതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൾക്ക് അരുണിൻ്റെ കുടുംബവും അവളുടെ സുഹൃത്തുക്കൾ മാത്രമാണ്. ലത അവൾക്കൊരു സഹോദരിയാണ്. ലത വളരെ ശാന്തമായൊരു സ്ത്രീയാണ്. ഭർത്താവിനെ പൂർണ്ണമായി വിശ്വസിക്കുന്നവൾ, മക്കൾക്കായി ജീവിക്കുന്നവൾ. 2 വീടുകളും ഒരേ അടുക്കള പുക പങ്കിട്ടിരുന്ന കാലം. ഒരേ ഉത്സവങ്ങൾ, ഒരേ വിവാഹക്ഷണങ്ങൾ, ഒരേ ചിരികൾ. പക്ഷേ ഈ സൗഹൃദത്തിൻ്റെ ഇടയിൽ ഒരു കറുപ്പ് പതുക്കെ വളരുകയായിരുന്നു. ഒരു രാത്രി രാജീവ് ഉറങ്ങാതെ കിടന്നു. മായയും കുട്ടികളും ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. ഫാൻ ചുറ്റുമ്പോൾ അവൻ്റെ തലയിൽ ചിന്തകൾ ചുറ്റി. ഞാനൊരു പുരുഷനല്ലേ, എനിക്കുത്തരവാദിത്തമില്ലേ, ഈ കടമൊക്കെ ഞാൻ എന്ന് തീർക്കും? പെട്ടെന്ന് അവൻ്റെ മനസ്സിൽ ഒരു ചിന്ത വന്നു. അവൻ ആദ്യം അത് തള്ളി, പിന്നീട് അതിലേക്ക് വീണ്ടും നോക്കി. അത് അവനെ തന്നെ ഭയപ്പെടുത്തി. പക്ഷേ നിസ്സഹായത മനസ്സാക്ഷിയെ അടിച്ചമർത്തുന്ന ഒരു ശക്തിയാണ്. ആ രാത്രി രാജീവ് ഒരു തീരുമാനമെടുത്തു.